നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് മാജിക് ബാൻഡ് ടൂളിനെ കുറിച്ചിട്ടാണ്. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രോപ്പ് ടൂൾ മുതലാണ്. അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് സി ആണ്. അതിനൊരു സബായിട്ടൊരു 3 ടൂൾ കൂടി ഉണ്ട്. പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂൾ, അതുപോലെ സ്ലൈസ് ടൂൾ, സ്ലൈസ് സെലക്ട് ടൂൾ. അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് സി ആണ്. ഈ ക്രോപ്പ് ടൂളിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഒരു ഇമേജിൽ നമുക്ക് ആവശ്യമുള്ള ഒരു പോർഷൻ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ടർ ഏരിയ എല്ലാം റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ക്രോപ്പ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, അതിൻ്റെ ഈ ഇമേജിൻ്റെ ഔട്ടർ ഏരിയയിൽ ഒരു ബൗണ്ടിങ് ബോക്സ് വന്നിട്ട് കാണുന്നില്ലേ? 4 കോർണറും അതുപോലെ സെൻറ്ററൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ബൗണ്ടിങ് ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഉള്ളിലൊന്ന് ക്ലിക്ക് ചെയ്യണം, അതിന് മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്യണം ഉള്ളിൽ. അപ്പോൾ ഇത് നോക്കി, കുറച്ച് ഗ്രിഡ് ലൈൻസ് കൂടെ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ഇതിൽ പല ടൈപ്പ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരും. കണ്ടോ, ഗ്രിഡ്, ഡയഗണൽ, ട്രയാങ്കിൾ, ഗോൾഡൻ റേഷ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറേ ടൈപ്സ് ഇവിടെ ഉണ്ട്. നമുക്കിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കാണിക്കാം. ഇപ്പം നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ട ഇമേജിനനുസരിച്ചിട്ട് ഇവിടെ നിന്ന് ഏതാ വേണ്ടതെന്ന് വെച്ചിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് ഓ എന്ന് പറയുന്നത്. ഇവിടെ ഓ അടിക്കുമ്പോൾ ഓരോന്നായിട്ട് മാറി വരുന്നത് കാണാൻ പറ്റും. കണ്ടില്ലേ? ഇനി എസ്കേപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രിഡ് ഇവിടെ നിന്ന് പോയിക്കോളും. അപ്പോൾ ഇനി ഞാൻ ഈ മൗസ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ലൈനിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യണം. അതേപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡും നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രമാക്കിയിട്ട് മാറ്റണം കേട്ടോ. നമുക്ക് ഇത്ര ഒരു ഏരിയ മതി. ശേഷം ഈ ടിക്ക് ഇവിടെ പ്രസ് ചെയ്യുക. ഈ മേൽഭാഗത്ത് കണ്ടില്ലേ? ഈ നടുവിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്യാനുള്ളതാണ്, അതായത് അൺഡു ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ അവിടെ ടിക്ക് പ്രസ് ചെയ്തു. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഔട്ടർ ഏരിയ ഒക്കെ ഇപ്പോൾ റിമൂവ് ആയി പോയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഏരിയ മാത്രമായിട്ട് ഇപ്പോൾ ഇമേജ് മാറിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വരച്ചു കൊടുക്കാം. മൗസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഏരിയ വരച്ചു കൊടുക്കാം. അതിനുശേഷം നീക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം നീക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഉള്ളിലത്തെ ഇമേജാണ് നീങ്ങുന്നത്. നമ്മളിപ്പോൾ ഈ വരച്ചു കൊടുത്തിട്ടുള്ള ഈ ക്രോപ്പ് ഏരിയ അല്ല നീങ്ങുന്നത്, ഉള്ളിലത്തെ ഇമേജാണ് നീങ്ങുന്നത്. ഇനി കുറച്ചും കൂടെ ഞാൻ ഇതിൻ്റെ വലിപ്പം കൂട്ടണം. നമുക്ക് ഈ വരച്ചു കൊടുത്തിട്ടുള്ള ഈ ബോക്സിൻ്റെ കുറച്ചും വലിപ്പം കൂട്ടുമ്പോൾ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഈ ക്യാൻവാസിൻ്റെ സൈസ് ഇൻക്രീസ് ആവണം കാണാൻ പറ്റും. കണ്ടോ? ഇപ്പോൾ ടോപ്പിൽ ഇൻക്രീസ് ആയി, അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ? അപ്പം നമുക്ക് എങ്ങനെയാണ് ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഏരിയ മാത്രം നമ്മൾ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ ടിക്ക് പ്രസ് ചെയ്തു. ഇനി ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ടാണ് വരയ്ക്കണമെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അതായത് വിഡ്ത്തും ഹൈറ്റും സെയിം ആയിട്ടുള്ള ബോക്സ് ഇവിടെ വരച്ചു കൊടുക്കുക. ഇനി ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് തന്നെ സൈസ് കൂട്ടുക കുറയ്ക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ ഈ ടിക്കിന് പകരം വേണമെങ്കിൽ കീബോർഡിൽ എൻ്ററും പ്രസ് ചെയ്യാം. അപ്പം ഞാൻ അവിടെ ഒരു ഏരിയ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മൗസ് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ സിമ്പിൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ട് മാറിയിട്ടുള്ളത് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഇമേജ് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് വരച്ചു കൊടുത്തിട്ടുള്ള ഈ ബോക്സ് ഫിക്സഡ് ആയിട്ട് അവിടെ ഉണ്ട്. അതിനനുസരിച്ചിട്ട് ഇമേജിലാണ് ചേഞ്ച് സംഭവിക്കുന്നത്. ഇത് ഫിക്സഡ് ആണ്, നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ള ഷേപ്പ് ഫിക്സഡ് ആണ്. അതിനനുസരിച്ചിട്ട് ഇമേജ് അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാണാൻ പറ്റുന്നത്. ഇനി എൻ്റർ അടിക്കുമ്പോൾ കണ്ടില്ലേ, നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ള ഏരിയ ഫിക്സഡ് ആണ്. അപ്പം അതിനനുസരിച്ചിട്ട് ഇമേജ് ക്രോപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് റേഷ്യോയിലോ അതുപോലെ തന്നെ ഒരു ഫിക്സഡ് ഡയമെൻഷനിലോ നമുക്കൊരു ഇമേജിനെ ക്രോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. അപ്പോൾ പ്രീസെറ്റ്സ് ആയിട്ട് കുറച്ച് വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഞാൻ ഫോട്ടോഷോപ്പിൻ്റെ CC എന്നുള്ള വേർഷനിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിലാകുമ്പോൾ 1-2 ഫീച്ചേഴ്സ് അഡീഷണൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ CC ഇവിടെ ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അതിൽ ആദ്യത്തെയാണ് റേഷ്യോ. അപ്പം നമുക്ക് ആവശ്യമുള്ളൊരു വാല്യൂ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ കോളം എന്ന് പറയുന്നത് വിഡ്ത്താണ്, സെക്കൻഡ് കോളം ഹൈറ്റ്. അപ്പം ഞാനിവിടെ ഒരു വാല്യൂ ടൈപ്പ് ചെയ്യാണ്. ആദ്യത്തിൽ 1 ടൈപ്പ് ചെയ്തു, ഹൈറ്റിൽ 3 ടൈപ്പ് ചെയ്തു. ഇതിപ്പോൾ 1:3 എന്നുള്ളൊരു റേഷ്യോയിലുള്ള ഒരു ക്രോപ്പ് ഏരിയ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്.
നമുക്കിത് എത്ര വേണമെങ്കിൽ ചെറുതാക്കി വലുതാക്കി എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ പ്രൊപ്പോർഷൻ അവിടെ നഷ്ടാവില്ല. 1:3 എന്നുള്ള ആ പ്രൊപ്പോർഷൻ തന്നെ ആയിരിക്കും നമ്മൾ ചെറുതാക്കി വലുതാക്കി എന്ത് ചെയ്താലും ആ ഒരു ഏരിയ ഉണ്ടായിരിക്കുക. ഇനി നമുക്കിത് സ്വാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇതിന് ഇന്റർചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിഡിലുള്ള ഒരു ബട്ടൺ ഇല്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ 3:1 ആയി. കണ്ടോ? അതിനുള്ളതാണ് ഈ സെൻറ്ററിലുള്ള 2 ആരോ ഇല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്. അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി വാല്യൂ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്ലിയർ ബട്ടൺ അടിച്ചാൽ മതി. ഇപ്പം നമ്മൾ ക്രോപ്പ് ചെയ്തത് ഒരു റേഷ്യോ വെച്ചിട്ടാണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വിഡ്ത്തും ഹൈറ്റും റെസൊല്യൂഷനും ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നമുക്ക് ആവശ്യമുള്ള വിഡ്ത്തും ഹൈറ്റും ഒക്കെ കൊടുത്തിട്ട് ഒരു ഇമേജിനെ ക്രോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ആദ്യത്തെ കോളത്തിൽ വിഡ്ത്താണ് ടൈപ്പ് ചെയ്യുക. 300 ഞാൻ ടൈപ്പ് ചെയ്തു. സെക്കൻഡ് കോളം 600, അതായത് ഹൈറ്റ്. ഇനി റെസൊല്യൂഷൻ എത്രയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഞാൻ ഇവിടെ 300 ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്രോപ്പ് ഏരിയ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് ചെറുതാക്കിയോ വലുതാക്കിയോ എന്ത് ചെയ്താലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇതേ ഡയമെൻഷനിലുള്ളതായിരിക്കും. അതായത് 300x600 എന്നുള്ള ഡയമെൻഷനിലുള്ള ക്രോപ്പ് ഏരിയ തന്നെയാണ് നമുക്ക് കിട്ടുക. ഇവിടെ ചെറുതാക്കിയോണ്ടോ വലുതാക്കിയോണ്ടോ അത് നമ്മുടെ ക്രോപ്പിനെ ബാധിക്കണില്ല. അതിനുശേഷം ഓക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രോപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡയമെൻഷൻ നോക്കണമെന്നുണ്ടെങ്കിൽ Ctrl+A അടിച്ചിട്ട് F8 അടിച്ചു. അപ്പോൾ അത് കണ്ടു 300x600 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്തതാണ് ഒറിജിനൽ റേഷ്യോ. ഒറിജിനൽ റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഓപ്പൺ ചെയ്തിട്ടുള്ള ഇമേജ് ഇല്ലേ, അതിൻ്റെ റേഷ്യോ എന്താണോ അതിവിടെ കാണിച്ചു തരും. അതിനുശേഷം നമുക്ക് ചെറുതാക്കുക വലുതാക്കുക എന്ത് വേണം ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ ഫിക്സഡ് ആയിട്ട് അവിടെ നിന്നോളും. ഇനി ഇതിന് താഴെയായിട്ട് കുറച്ച് പ്രീസെറ്റ്സ് ഫോട്ടോഷോപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ സെക്ഷൻ റേഷ്യോസ് വെച്ചിട്ടുള്ളതാണ്. അതായത് 1:1, അതുപോലെ 4:5 എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് റേഷ്യോസ് വെച്ചിട്ടുള്ള പ്രീസെറ്റ്സ് ആണ് ഈ മേൽഭാഗത്തെ ഈ സെക്ഷൻ. അതുപോലെ താഴത്തുള്ളത് ഡയമെൻഷൻസ്, അതായത് വിഡ്ത്തും ഹൈറ്റും കൊടുത്തിട്ടുള്ള പ്രീസെറ്റുകളാണ് ഈ താഴത്ത് കാണുന്നത്. പിന്നെ അടുത്ത ഓപ്ഷൻ ഫ്രണ്ട് ഇമേജ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇമേജിൻ്റെ ഡയമെൻഷനിൽ, അതായത് വിഡ്ത്തിലും ഹൈറ്റിലും നമുക്ക് വേറൊരു ഇമേജിനെ ക്രോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഇമേജും കൂടെ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡയമെൻഷൻ Ctrl+A അടിച്ചു. അതിന് ശേഷം F8 അടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണാം 364x600 ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും. 364 വിഡ്ത്തും ഹൈറ്റ് 600. അപ്പോൾ ഇതേ ഡയമെൻഷനിൽ നമുക്ക് ഈ സെക്കൻഡ് ഇമേജ്, ഇതിപ്പോൾ ഫസ്റ്റ് ഇമേജ് ആണ്, ഇനി സെക്കൻഡ് ഇമേജിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതേ ഡയമെൻഷനിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഫസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഫ്രണ്ട് ഇമേജ് സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇവിടെ റെക്കോർഡായിട്ടുണ്ട്. വിഡ്ത്തും ഹൈറ്റും അതുപോലെ റെസൊല്യൂഷനും ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ റെക്കോർഡായി. ഇനി സെക്കൻഡ് ഇമേജ് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ക്രോപ്പ് ഏരിയ ഇവിടെ വന്നിട്ടുണ്ട്. സെയിം ഡയമെൻഷനിലുള്ള ക്രോപ്പ് ഏരിയ ഇവിടെ വന്നിട്ടുണ്ട്. ശേഷം എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെയിം ഡയമെൻഷനിലുള്ള ഇമേജ് നമുക്ക് കിട്ടും. ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രീസെറ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഒരു നിശ്ചിത റേഷ്യോയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനെ സേവ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ് ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു 2 കൊടുക്കുകയാണ്, നെക്സ്റ്റ് 4 കൊടുത്തു. അപ്പോൾ ഈ ഒരു റേഷ്യോ നമുക്കിവിടെ സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ടുള്ളതാണ് ന്യൂ ക്രോപ്പ് പ്രീസെറ്റ്. 2:4 എന്നിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ അടിച്ചു. നമ്മൾ ഇവിടെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ, 2:4 എന്നുള്ള റേഷ്യോ ഇവിടെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് താഴത്ത് ഡിലീറ്റ് പ്രീസെറ്റ് 2:4. ഓക്കെ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിവിടെ കാണില്ല. അപ്പം ഞാൻ അടുത്തതായിട്ട് ഇവിടെ സ്ട്രൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണില്ലേ, ഇതെന്താണെന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു വിൻഡോൻ്റെ ഇമേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് റൊട്ടേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് അല്ല. ഇതിനെ നമുക്ക് സ്ട്രൈറ്റൻ ചെയ്യണം, അതായത് കറക്റ്റ് ചെയ്യണം. അതിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഓപ്ഷൻ. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണില്ല, ഈ ലെഫ്റ്റിലൊരു ചെറിയൊരു ബട്ടൺ പോലെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം
ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. മൗസ് ക്ലിക്ക് ചെയ്തിട്ട്, അതായത് നമ്മൾ ഒബ്ജക്റ്റ് ഏത് ഒബ്ജക്റ്റിനെയാണ് നമുക്ക് സ്ട്രെയിറ്റിന് ആക്കേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, ഇപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇമേജ് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. അപ്പം ഞാൻ അടുത്ത ടൂൾ എന്താണെന്ന് നോക്കാം. അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ലോങ് പ്രസ് ചെയ്യുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതൊരു സെക്കൻഡ് ടൂളാണ് പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂൾ. അപ്പോൾ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു പെർസ്പെക്റ്റീവ് വ്യൂവിലുള്ളൊരു ഇമേജിനെ, ഞാനിവിടെ ഒരു ഇമേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വ്യൂവിലുള്ളൊരു ഇമേജാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇതിനെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂൾ. ഈ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ കോർണറിൽ ക്ലിക്ക് ചെയ്യണം. ഇനി അടുത്ത കോർണറിലേക്ക് കൊണ്ടുപോയി അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ അവിടെ വന്നിട്ടുണ്ട്, കണ്ടോ. ഇവിടെ ക്ലിക്ക് ചെയ്തു, അതിനുശേഷം തേർഡ് കോർണറിലെത്തി, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഫോർത്ത് കോർണർ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗ്രിഡ് ഫോം ചെയ്തിട്ടുള്ള കാണാൻ പറ്റും. ഇനി ഓക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്ട്രെയിറ്റ് ഇമേജ് ആയിട്ട് മാറിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.